ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവൂസ് വ്ളോഗ്സ്. ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോവാണ് ഗൈസ്. കുറേ നാളായിട്ട് ഇപ്പം സമ്മർ വെക്കേഷനാണ്. അപ്പോൾ ഇപ്പം ലാസ്റ്റ് പോവാനായിട്ടിരിക്കുകയാണ്. ചിന്നക്കനാലിലേക്കാണ് ഇപ്പോൾ നമ്മുടെ അപ്പോൾ യാത്ര. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അർബാനിയിലായിരുന്നു കേട്ടോ ഗൈസ് ഞങ്ങൾ ട്രിപ്പ് പോകുന്നുണ്ടായിരുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടിയിൽ കയറുന്നുണ്ടായിരുന്നത്. ഞങ്ങൾ മാത്രമായിരുന്നില്ല, കൂടെ 2 ഫാമിലിയും കൂടിയും വരാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് ഞാൻ എല്ലാ സീറ്റിലും കയറിയിരുന്നു. ലാസ്റ്റ് ഫ്രണ്ട് സീറ്റിൽ വരെ കയറിയിരുന്നു കേട്ടോ. ഞാനും ചേച്ചിയും ഡിസ്കോ DJ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഫാമിലിനെ പിക്ക് ചെയ്യാനായിട്ട് കാക്കനാടിലാണ് വന്നേക്കുന്നത്. അരുണങ്കളുടെ ഫാമിലിയാണ് കേട്ടോ ഇതെല്ലാം. ഇതാണ് ഷാലു ആൻറ്റി, അരുണങ്കളുടെ വൈഫാണ്. ഈ ഓടി വരുന്നതാണ് അരുണങ്കള്. ഫ്രണ്ടിൽ തോക്കും പിടിച്ചിരിക്കുന്നതാണ് അരുണങ്കളുടെ ഇളയ കൊച്ചേട്ടോ. ആദി എന്നാണ് പേര്. ഞാനും ചേച്ചി ബാക്ക് സീറ്റിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അവിടെ പത്മ ചേച്ചിയും ഉണ്ടായിരുന്നു, അരുണങ്കളുടെ മൂത്ത കൊച്ച്. അങ്ങനെ ഞങ്ങൾ അടുത്ത ഫാമിലീനെ, 2ാമത്തെ ഫാമിലീനെ പിക്ക് ചെയ്യാനായിട്ട് ചോറ്റാനിക്കരയിലായിരുന്നു വന്നിരിക്കുന്നത്. സുഭാഷ് അങ്കിളുടെയും സന്ധ്യ ആൻറ്റിയുടെയും വീട്ടിലായിരുന്നു കേട്ടോ. നല്ല ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ചമ്മന്തിപ്പൊടിയും ഉണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. സുഭാഷ് അങ്കിളുടെയും സന്ധ്യ ആൻറ്റിയുടെയും മോനുണ്ടായിരുന്നു. പിന്നെ സുഭാഷ് അങ്കിളുടെ അനിയൻ്റെ കൊച്ചും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ സന്ധ്യ ആൻറ്റി. ഇതാണ് സുഭാഷ് അങ്കിള്. അങ്ങനെ 2 ഫാമിലിനെയും പിക്ക് ചെയ്തിട്ട് ഇനി യാത്ര വീണ്ടും തുടങ്ങാണ്. ഇതാണ് മാളു, എൻ്റെ ഒരു മാളു ചേച്ചിയൊക്കെ. ഇതാണ് അനിയൻ്റെ കൊച്ചെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഡിസ്കോ DJ വെച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല അടിച്ചു പൊളിച്ചു. പിന്നെ ജനാഹ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്. എൻ്റെ മുഖം ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. ഞാനൊന്ന് ഛർദ്ദിച്ചു ഗൈസ്. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. നല്ല കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റി. ഞാൻ അതൊക്കെ ഒന്ന് വിട്ടു ഗൈസ്. നല്ല എൻജോയ് ചെയ്തു. അവിടെ കുറേ തേയിലത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. കൂടെ ഞാനും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല സ്ഥലത്തൊക്കെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ. ആദ്യത്തെ പ്ലേസിൽ വന്നേക്കാണ്. ഇതാണ് ആനയിറങ്ങൽ ഡാം. നമ്മുടെ അപ്പോൾ ട്രിപ്പിൻ്റെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ കേട്ടോ. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്ന് ഞങ്ങൾക്ക് നല്ല കോമഡി ആയിട്ട് തോന്നിയത് ഗൈസ്, അവിടെ ആനയിറങ്ങൽ ഡാമാണല്ലോ, അപ്പോൾ അവിടെ കുറേ ആന ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ അവിടെ കുറേ വെള്ളമൊക്കെ ഉണ്ട്, നല്ല കോടയും ഉണ്ടായിരുന്നു. അമ്മ അപ്പോൾ പറഞ്ഞു ദേ നിരന്ന് നിൽക്കണമെന്ന്. അപ്പം ഞങ്ങളൊക്കെ വേഗം ഞെട്ടി, ഞങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റണില്ലെന്നു. അപ്പോൾ അമ്മ പറയണു ദേ നിരന്ന് നിൽക്കുന്നു, പ്രകൃതി ഭംഗിയത് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഞാൻ ഭയങ്കര സാഡായിരുന്നു. കാരണം ഞാൻ ആന അതോ എനിക്ക് കാണാൻ പറ്റാത്തതാണോ എന്ന് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു ഗൈസ്. അങ്ങനെ ലാസ്റ്റ് 3 ആനനെ കണ്ടു ഗൈസ്. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആന വെള്ളം കുടിക്കാനൊക്കെ ആയിരുന്നു കേട്ടോ വന്നേക്കുന്നത്. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അമ്മയുടെ ഡയലോഗ് എന്തായാലും വേസ്റ്റ് ആയില്ല ഗൈസ്.
അവിടെയും കോടയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നല്ല സ്ഥലങ്ങളിലൊക്കെ പോയി ഫോട്ടോ എടുക്കും. തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ നിന്ന് കോൺ കഴിച്ചു. വീണ്ടും ഡിസ്കോ ഡാൻസ് കളിച്ചിട്ട് ഞങ്ങൾ പോയി. ഏത് സ്റ്റെപ്പ് ഇടണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഗൈസ്. പക്ഷെ ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. എനിക്കാണെങ്കിൽ റിസോർട്ടിൽ പോകാനുള്ള എക്സൈറ്റഡ് ആണ്. കാരണം അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അങ്ങനെ റിസോർട്ടിലെത്തി. ഹോളിഡേ ഹെവൻ റിസോർട്ട് ചിന്നക്കനാൽ. ഞങ്ങളെല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനായിട്ടുള്ള എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ആദ്യം തന്നെ അവിടുത്തെ ഒരു പ്രതിമേനെ കണ്ടു ഗൈസ്. അതിൻ്റെ കാലിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാണ് അവിടെ ഞങ്ങളെല്ലാവരും കൂടിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ സ്വിമ്മിംഗ് പൂളിന് വേണ്ടിയാണെന്ന്. അങ്ങനെ ആദ്യം തന്നെ പോയി സ്വിമ്മിംഗ് പൂളാണ് നോക്കിയത്. അങ്ങനെ ഞങ്ങളുടെ വില്ലയിലേക്ക് പോയി. 3 റൂംസ് ആയിരുന്നു, 3 വില്ലയായിരുന്നു കേട്ടോ. ടോട്ടൽ 12 പേരുണ്ടായിരുന്നു. അർബാനിയ 17 സീറ്റർ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വില്ലയിലേക്ക് പോയാലോ ഗൈസ്? യെസ്, ഞങ്ങളുടെ വില്ല 103 ആണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വില്ല. 103 ആയിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് റൂമൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അധികം ലക്ഷറി ആയിട്ടുള്ളതല്ലായിരുന്നു. പക്ഷെ റൂം കൊള്ളായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണയൊക്കെ ഉള്ളൊരു കുഞ്ഞൊരു റൂം കേട്ടോ. ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ബാത്റൂമൊക്കെ ആയിരുന്നു. നല്ല വില്ല, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി. ഞാൻ ഫോട്ടോസൊക്കെ കണ്ടപ്പോഴൊക്കെ വിചാരിച്ചു ഇത്ര ഉള്ളോ, ആഴമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്ന് ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ നെഞ്ച് വരെയായിരുന്നു കേട്ടോ ഗൈസ്. ആഴം ഇല്ലാത്ത സ്ഥലമായിരുന്നു എൻ്റെ നെഞ്ച് വരെ. ആഴമുള്ളത് ഞാൻ മുങ്ങിപ്പോകും ഗൈസ്. പക്ഷെ എനിക്ക് ആ സ്വിമ്മിംഗ് പൂള് ഇഷ്ടമാട്ടോ. ഞാൻ വലിയ കാര്യത്തിന് സ്വിമ്മിംഗ് ഒക്കെ പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ എല്ലാവരും എന്നെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചു സ്വിമ്മിംഗ് പഠിപ്പിക്കാനായിട്ട്. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. സന്ധ്യാൻ്റി പറഞ്ഞ് തന്നെ പഠിപ്പിച്ച് തരാമെന്നായിരുന്നു. പക്ഷെ നല്ല തണുപ്പായിരുന്നു കേട്ടോ വെള്ളത്തിന്. ഞാൻ കുറേ നേരം കാല് വെള്ളത്തിൽ വെക്കും എടുക്കും, വെള്ളത്തിൽ വെക്കും എടുക്കും, അങ്ങനെയായിരുന്നു കേട്ടോ ഗൈസ്. നല്ല തണുപ്പായിരുന്നു. പിന്നെ ആ തണുപ്പത്ത് വേഗം കോടയും വന്നു. കോട വന്നപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ആ തണുപ്പും കോടയും കൂടിയിട്ട് എൻ്റെ പൊന്നോ. പിന്നെ ഇത്തിരി നേരം ഞങ്ങൾ മുങ്ങിക്കിടന്നു. ബ്രീത്തിങ് ചാലഞ്ചൊക്കെ എടുത്തിരുന്നു കേട്ടോ ഞങ്ങൾ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഫോട്ടോയിൽ കാണുന്നത് അത്രയ്ക്ക് ഭംഗിയായിട്ട് തോന്നും, പക്ഷെ അത്രയ്ക്ക് ഒറിജിനാലിറ്റി ഇല്ല. നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ്. ഫോട്ടോയിൽ കാണുമ്പോൾ അത്രയ്ക്ക് രസമൊന്നുമില്ല, പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ്. എൻ്റെ കൂടെയുള്ളവരൊക്കെ എല്ലാവർക്കും സ്വിമ്മിങ് അറിയാമെന്ന്. ഞാനും ചേച്ചി അമ്മയും അച്ഛനെയൊക്കെ മാറി നിൽക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് അന്ന് വിചാരിച്ച് എൻ്റെ ട്യൂബും കൊണ്ട് ഞാൻ വെച്ചു. സന്ധ്യാൻ്റി സ്വിമ്മിങ് പഠിപ്പിച്ച് തരുമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും അവിടുത്തെ തണുപ്പ് കാരണം നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ കുറേ നേരം മുങ്ങി ഗൈസ്. സ്വിമ്മിംഗ് പൂളിൽ ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. ഞാനും നല്ലോണം എൻജോയ് ചെയ്തു. അങ്ങനെ കുറേ നേരം കളിച്ചു. 7 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സ്വിമ്മിംഗ് പൂള്. അതിന് മുമ്പായിരുന്നു ഞങ്ങൾ വന്നത്. 5:01 ആയപ്പോഴേക്കും റിസോർട്ടിലെത്തി. ഞങ്ങൾ ആദ്യം തന്നെ സ്വിമ്മിംഗ് പൂളിലേക്ക് കയറാനായിട്ടായിരുന്നു. അതുകൊണ്ട് വേഗം വില്ലയിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറി വേഗം സ്വിമ്മിംഗ് പൂളിലേക്കായിരുന്നു പോയത്. 7 മണി വരെ ഞങ്ങൾ അടിച്ചു പൊളിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ 7 മണി വരെ ആയിരുന്നില്ല, അതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങി. ഒരു 6 ഒക്കെ ആയപ്പോൾ 6:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ.
അത്രയും നേരം ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ കളിക്കുകയായിരുന്നു. ഞാൻ കുറച്ച് പാഠങ്ങൾ പഠിച്ചു കേട്ടോ സ്വിമ്മിങ്ങിൻ്റെ. അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങി നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് ഞാൻ സ്വെറ്റർ എന്നാണെന്ന് തോന്നുന്നു അതിന് പറയാം. അതൊക്കെ ഇട്ടു ഞങ്ങൾ. എന്നിട്ടൊന്ന് നടന്ന് ഞാൻ ഫ്രഷ് ആയിട്ടോ, കുളിച്ചും ചെയ്തു, മേലും കഴുകി, നല്ല ഷാമ്പൂ ഒക്കെ ഇട്ട്, നല്ല ക്ലോറിൻ വാട്ടറല്ല. അപ്പം ഞങ്ങൾ നല്ലോണം ഒന്ന് ഫ്രഷായി. എന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. ഒന്ന് നടക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്, പറഞ്ഞറിയിക്കാൻ പറ്റൂല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് സ്ഥലത്തെത്തി. ഇനി നമുക്ക് പാർട്ട് 2 കാണാം. അപ്പോൾ ടു ബി കണ്ടിന്യൂഡ്. ബൈ.